നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഡിസൽഡോഫിലാണ്. ഇതെൻ്റെ ഫ്രണ്ട് അരുണാണ്. അരുൺ സേ ഹായ്. പിന്നെ ആറോൺ, ആർലിൻ, പിന്നെ ഹായ്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസൽഡോഫാണ് വിസിറ്റ് ചെയ്തത്. അപ്പം ഇവിടെ ഒരു 2 days നമ്മളിവിടെ കാണും. 2 അല്ല 3 days ഇവിടെ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അരുണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് വിപ്പർട്ടാലാണ്. അപ്പോൾ ആ ടൗണിൽ കാണാൻ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടെങ്കിലും വാട്ട് ആർ വി ഗോയിങ് ടു സീ ടുഡേ? സസ്പെൻഷൻ ട്രെയിൻ. വിപ്പർട്ടാലിൽ ഒരു സസ്പെൻഷൻ ട്രെയിനുണ്ട്, സസ്പെൻഷൻ മോണോ റെയിൽ ട്രെയിനുണ്ട്. അപ്പം അതിലൊരു റൈഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല വ്യൂസൊക്കെയാണ്. അപ്പം അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആദ്യം ഇവിടെ നിന്ന് നമ്മൾ വിപ്പർട്ടാലിലേക്ക് പോകണം. അതിന് ശേഷം അവിടെ നിന്ന് മറ്റേ സസ്പെൻഷൻ മോണോ റെയിൽ എടുക്കണം. അതാണ് പ്ലാൻ. So what do you have to say about today's trip? Today's trip, yeah, we are happy today because Aaron and Arlene is very happy. Yeah. Yeah, you got that happy? അടിക്കാറോ നീ ഹാപ്പി ആണെന്ന് ഇപ്പം പറഞ്ഞത്? നീ കുറെ കഴിച്ചു ചോക്ലേറ്റ്, ഒരുപാട് ചോക്ലേറ്റ്സ് കഴിച്ചു. Hi, Selena. This person is saying hi. Yes, the mummy. Aaron, where are we going? Where are we going? We're going to the suspension train. How you liked it last time? Suspension train, flying train. You liked it? So നമ്മുടെ ട്രെയിൻ വരാനായിട്ട് ഇനിയും how many minutes are left? We have 10 minutes left. 10 മിനിറ്റും കൂടെ ഉണ്ട് ട്രെയിനാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനാണ് വിപ്പർട്ടാലിലേക്ക്. അപ്പോൾ നമ്മളുള്ളത് ഡിസൽഡോഫ് സിറ്റിയുടെ അകത്ത് തന്നെയാണ്. ഇതാണ് ആർലിൻ. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഡ്രൈവ് ചെയ്ത് വന്നു. മ്യൂണിക്കിൽ നിന്ന് ഒരു 6 hours ഡ്രൈവ് ആയിരുന്നു. 6.5 hours ഡ്രൈവ് ആയിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്താണ് വന്നത്. അപ്പം ഓൾ ടുഗെദർ ഇറ്റ് ടുക്ക് 7 hours. അപ്പോൾ നമ്മളിവിടെ ആറിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവർ സിറ്റി സെൻറ്ററിലാണ് ഞാനാണ് താമസിക്കുന്നത്. ഇവർ നേരത്തെ മ്യൂണിക്കിലായിരുന്നു, പക്ഷേ ഇപ്പം ഇങ്ങോട്ട് റീലൊക്കേറ്റ് ആയി. അപ്പോൾ ഡിസൽഡോഫിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഒരുപാട് നമ്മൾ സ്ട്രെസ് എടുത്ത് ട്രാവലൊന്നും ചെയ്യുന്നില്ല. മനസ്സമാധാനമായിട്ട് റിലാക്സ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അല്ലേ. ടൈം രാവിലെ പ്ലാൻ ചെയ്തു, ഉച്ചയ്ക്ക് ഇറങ്ങി. 12 മണി, ഇപ്പം 1 മണിയാവാൻ പോവാണ്. സോ നമ്മുടെ ട്രെയിനാണ് ഈ വരുന്നത്. ഈ ട്രെയിനിലാണ് നമ്മൾ വിപ്പർട്ടാലിൽ പോകുന്നത്. നല്ല ക്രൗഡഡ് ആയിരുന്നു അവിടെ നിന്ന് കയറിയപ്പോൾ. അവിടെ വീഡിയോ എടുക്കാതെ. പിന്നെ ഇവിടെ ഇപ്പം ഓപ്പോണൊക്കെ എത്തിയപ്പം ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഇറങ്ങി. ഇപ്പം സീറ്റ് കിട്ടി. നമ്മൾ വന്ന ട്രെയിനാണ് ഇപ്പം പോയത്. അപ്പോൾ നമ്മളിപ്പം വിപ്പർട്ടാലെത്തി. നമ്മളിപ്പോൾ ഇവിടെ പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ മറ്റേ മോണോറെയിൽ കിട്ടുന്ന സ്റ്റേഷനിലേക്ക് പോകണം. അത് ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഒരു ബസ് എടുക്കേണ്ടി വരും, അറിയില്ല, നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ വന്നിറങ്ങിയ സ്റ്റേഷൻ. കുറച്ച് പഴയൊരു ബിൽഡിങ്ങാണ്. അകത്തും എല്ലാം കുറച്ച് പഴയതാണ്. ഇവിടെ ഇപ്പം ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും ടൈംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമ്മളിപ്പം ഈ 784 ബസ് എടുത്തിട്ടാണ് നമ്മൾ ആ മോണോറയിൽ കയറാൻ പോകുന്നത്. ഈ ബസ്സിൽ കയറാം. ഹായ് പറ, രണ്ടുപേരും ഹായ് പറ. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റോപ്പ് ഫോവിങ്കിൾ ഷ്വേബേബാൻ. ഈ ഷ്വേബേബാൻ എന്ന് പറഞ്ഞാണ് സസ്പെൻഷൻ ട്രെയിൻ. അപ്പം ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കയറി പോകാനാണ് പരിപാടി. You've been already there, right? You've taken a ride in this monorail before. How was the experience? Yeah, it was too good. We sat in the last compartment and from that, like, you will see the view and it runs on top of the river. But I heard, like, he told me, like, it's pretty difficult to get a place in the last compartment. Yeah, everyone there will be a queue, or like some people will be standing nearly in the last compartment. Okay. And we also have to wait, like, we have 5 minutes once frequency, I think. Okay, so. then that means we don't have to rush. നമ്മൾ ഈ
മോണോ റെയിലിൽ കയറുന്ന സ്റ്റോപ്പിൽ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഈ ബസ്സിലാണ് നമ്മളിപ്പോൾ വന്നത്. ഇവിടെ കാണുന്ന പോലെ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ ഇതിലിവിടെ ഓൾറെഡി നമുക്ക് ഈ കാണുന്ന ഈ സ്ട്രക്ചർ ആക്ച്വലി ഇത് ട്രെയിനിൻ്റെ ആ റെയിലാണ്, ആ മോണോ റെയിലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സിറ്റിയിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സിറ്റിയിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റെയിൽ കാണാം. ഇതേ പോകുന്നത് കാണാം, മുകളിൽ കൂടെ പോകുന്നത് കാണാം. നമ്മുടെ മുകളിൽ നമ്മളിനി ഈ സ്റ്റേഷനിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി മേളിലേക്ക് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എല്ലാ 5 മിനിറ്റും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് എൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ വരെ പോകാം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മളതാ ഇവിടെ എൻ്റെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ട്രാക്ക് കാണുന്നത് താഴെയായിരിക്കും, പക്ഷേ ഇവിടെ നിങ്ങൾ കാണുന്ന ട്രാക്ക് മുകളിലായിരിക്കും. അപ്പോൾ ഈ ട്രാക്കിൽ കൂടെയാണ് ട്രെയിൻ വരുന്നത്. ഇത് അവിടെ ഒരെണ്ണം ഒതുക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അടുത്തത് വരുമ്പോൾ നമ്മൾ അതിൽ കയറും. ഈ ട്രാക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോവും. സിറ്റിയിലോട്ട് വ്യൂ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആയിരിക്കും സിറ്റിയുടെ. ഈ ട്രെയിൻ വരുമ്പോഴത്തേക്കും ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് സ്റ്റാർട്ടിങ് സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടെ നിന്നായിരിക്കും പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഇതിൽ കയറി അങ്ങോട്ട് പോകും. അതായിരിക്കും പരിപാടി. നമുക്ക് നോക്കാം എത്ര മിനിറ്റ് എടുക്കുമെന്ന്. അടുത്ത ട്രെയിൻ 3 മിനിറ്റിലാണ്. അതിപ്പോൾ നമുക്ക് അവിടെ നിന്നായിരിക്കും വരുന്നത്. ഒന്ന് കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. മിക്കവാറും ഈ ട്രെയിനായിരിക്കും അവിടെ പോയി കറങ്ങി നമ്മുടെ അടുത്തോട്ട് വരുന്നത്. കറങ്ങി വരുന്നതാണ്. മുകളിൽ കാണുന്നതാണ് അതിൻ്റെ റെയിൽ. അങ്ങനെ നമുക്ക് ഏറ്റവും പുറകിലുള്ള സീറ്റ് തന്നെ കിട്ടി. നമ്മളിപ്പോൾ ട്രെയിനിനകത്താണ്, എൻ്റെ ഏറ്റവും ബാക്കിലാണ്. ഇത് ഞാൻ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രെയിൻ പോകുന്നത്. മുകളിലത്തെ റെയിലിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. താഴെ നമുക്ക് സ്ട്രീറ്റ്സ് കാണാം. ഒരു ഡ്രോൺ വ്യൂ കിട്ടുന്ന പോലത്തെ അടിപൊളി വ്യൂ ആണ് ഇവിടെ. നമ്മൾ ഈ ട്രെയിൻ കുലുക്കുകയാണെങ്കിൽ കാര്യമായിട്ട് വേണമെങ്കിൽ ഇതൊരു ഊഞ്ഞാല് പോലെ ഇങ്ങനെ ആക്കാം. ലൈക്ക് എ സ്വിംഗ്, എക്സാക്ട്ലി. ഇപ്പം ഇവിടെ ഇറങ്ങി ഈ ട്രെയിനിലാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഇതിനി തിരിച്ച് പോയി കറങ്ങി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ആൾക്കാരെ എടുത്ത് തിരിച്ചങ്ങോട്ട് പോകും. പക്ഷേ എല്ലാ 5 മിനിറ്റിലും ട്രെയിനുണ്ട്. നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ കാണാം. മേളിലാണ് എൻ്റെ റെയിൽ
ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഓബമാമനാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്നും വൂവിങ്കലിലേക്കുള്ള റിട്ടേൺ ട്രെയിൻ എടുത്ത് വുപ്പർട്ടാൽ ഹോപ്പോണോഫിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്നും റീജിയണൽ ട്രെയിൻ എടുത്ത് തിരിച്ച് ഡിസൽഡോഫിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. 1901 ഈ മോണോറെയിൽ ആദ്യമായി പബ്ലിക്കിന് ഓപ്പൺ ആക്കിയത്. വേൾഡ് വാർ 2 സീരിയസ് ഡാമേജ് സംഭവിച്ചെങ്കിലും അതെല്ലാം ശരിയാക്കി 1946 വീണ്ടും റീഓപ്പൺ ചെയ്തു. 13 കിലോമീറ്ററാണ് ഈ സ്ട്രെച്ചിൻ്റെ നീളം. അതിൽ കൂടുതലും ഉപ്പർ നദിയുടെ മുകളിലൂടെയാണ് പോകുന്നത്. മൊത്തം 20 സ്റ്റേഷനുള്ളതിൽ 4 മാത്രമേ ലാൻഡിലുള്ളൂ, ബാക്കിയെല്ലാം നദിയുടെ മുകളിലാണ്. ഡെയിലി 80,000-ലധികം ആൾക്കാർ ഈ റെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വിപ്പർട്ടാലിലാണ്. മറ്റേ ബാൻ കയറി മോണോറെയിൽ കയറി ഇവിടെ ഇറങ്ങി. മറ്റേത് ഇവിടെ ഹോപ്പോണോഫിൻ്റെ അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ ഇവിടുത്തെ മെയിൻ ഹോപ്പോണോഫ് സ്റ്റേഷനിൽ വന്നു. കാരണം ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ട് ഡിസൽഡോഫിലേക്ക് പോകും. ട്രെയിൻ ആഹൻ വരെ പോകേണ്ടതായിരുന്നു, പക്ഷേ അവർ ഡിസൽഡോഫിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇതോ ഭാഗ്യത്തിന് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റി. നമ്മളിപ്പം ഡിസൽഡോഫ് സ്റ്റേഷനിലെത്തി. ഇതൊരു 2 സ്റ്റോറി ട്രെയിനാണ്. നമ്മൾ മേളിലാണ് ഇരുന്നത് ഈ ട്രെയിനിൻ്റെ. ഇനി ഇവിടുന്ന് ആൾക്കാർ ആഹനിൽ പോകേണ്ടവർ ഇനി വേറെ ട്രെയിൻ തപ്പേണ്ടി വരും. നമുക്കിവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് ഡിസൽഡോഫ് ബാനോഫ്, ഇവിടുത്തെ മെയിൻ സ്റ്റേഷനാണ്. ഇതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. 13, 15 ഇങ്ങനെ പോകുന്നുണ്ട് പ്ലാറ്റ്ഫോംസ്. പിള്ളേർക്കായി ബ്രെഡ്സ് മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇത് ഇവിടെ ഉള്ളൊരു ബേക്കറിയാണ്. ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും. നമ്മളിപ്പം ഡിസൽഡോഫ് ഹോപ്പോണോഫിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഇങ്ങനെ കഴിക്കാനായിട്ടുള്ള ചെറിയ ഈറ്ററീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ മുകളിൽ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞു, എന്നാലും ഡെക്കറേഷൻ ഉണ്ട്. അതും അവിടെ എസ്പ്രിയുടെ ഷോറൂമിൽ എന്തോ ഒരു സെയിൽ നടക്കുന്നു. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. സെയിലെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല. ഡമ്മിക്ക് പോലും ഡ്രസ്സിൽ. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി ലഞ്ച് കഴിക്കാനുള്ളൊരു സെറ്റപ്പ്. 3 മണിയായി. എന്നാലും ഇവിടെ ഏതോ ഒരു കടയിൽ നല്ല ഷവർമ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പം ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ഒരു നല്ല ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി എന്തെങ്കിലും ട്രൈ ചെയ്യും. അതാണ് പരിപാടി. എന്താണ് ഇവിടെ ഷോപ്പിംഗ്? ഹലോ, കമ്മലോ? അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ പോസ്റ്റായി നിൽക്കുകയാണ്. ഗേൾസ് ഇതിലേ നടന്നു പോയപ്പോൾ ഇവിടെ ഈ കടയിൽ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വൻ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം അറിയാമല്ലോ, അവർ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. That's the one. You have to go to the other side? അമ്മ വരും. കയറി. ഇവിടെ നിന്നൊരു സ്റ്റോപ്പേ ഉള്ളൂ, നമ്മുടെ ഷവർമ സ്റ്റോപ്പിൽ. ഷവർമ ഒക്കെ ഇഷ്ടമാണ്. ഷവർമ ഇഷ്ടമാണ്. മറ്റേ ഷവർമ റോൾ ഇങ്ങനെ കടിച്ച് കഴിക്കുന്നത്, അകത്ത് ചിക്കനൊക്കെ വെച്ചിട്ട്. പൊമസ് മുറുക്കാണോ? പൊമസ് മയണൈസ്. Yeah. Oh. Yeah, let's go. നമ്മൾ മ്യൂണിക്കിലുള്ള പോലെ തന്നെ ഇവിടെയും ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സൈറ്റ് സീയിങ് ബസ്സസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റി മൊത്തം കാണാൻ പറ്റും. എടുക്കണില്ല. അച്ഛൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇവിടെ ഒരു ഷവർമ സിറ്റി എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ജയ്പൂർ പ്രൈം എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യൻ തന്തൂരി റെസ്റ്റോറൻറ്റ്. നമ്മൾ പോകുന്നത് ഷവർമ സിറ്റി, അത് ഇവിടെയാണ്. ഇങ്ങനെ ഉണ്ടെന്നറിയില്ല. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം റിവ്യൂസ് ഉണ്ടായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ മേടിച്ച് നോക്കണം. പക്ഷെ ഇവിടെ ചെറിയ ക്യൂ ഉണ്ട്. കാണാം. It's actually a garlic sauce. Okay. So it's really good. It's called Thoom. They put it inside this
roll. This they add when you choose like you want salads then they add this. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ഷവർമ റോള്. ഇത് കുറച്ച് വലിയൊരു റോളാണ്, കഴിച്ച് നോക്കാം. കൊള്ളാമോ? I'm going to the dinosaur. അപ്പോൾ ഷവർമ വാങ്ങിക്കുന്നിടത്ത് തന്നെയായ ക്യൂ ആണ്. എന്നാലും നമ്മൾ നിന്ന് ഷവർമ മേടിച്ചു. ഒരു ഒത്തൻറ്റിക് ഷവർമയുടെ ടേസ്റ്റ് ഇല്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ പറയും. ഡോണറിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ പണ്ട് കാൾസ്രൂയിൽ ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്നൊരു സിറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഷവർമ കഴിച്ചായിരുന്നു, ഒത്തൻറ്റിക്. അതൊരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് എനിക്കിവിടെ കിട്ടിയില്ല. ഞാനവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന് ക്രോസ് ചെയ്യാൻ മറന്നുപോയി. നമ്മളിനി ഇവിടെ അടുത്തുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ 2 ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലെന്ന് പറഞ്ഞൊരു ഗ്ലാസ് ഡോമാണ് ഈ മുകളിൽ. ഒരുപാട് താഴെ ചെയ്യാൻ വഹിക്കുന്നുണ്ട്, ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആർട്ട് ഗാലറി, ഇതിൽ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വച്ചിട്ടുണ്ട്. ചാർലി ചാപ്ലിൻ്റെ പെയിൻറ്റിങ്ങിന് 3950 യൂറോ മാത്രം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഉള്ളൊരു ഫുഡ് സ്ട്രീറ്റിലാണ്. ഇത് ഒരു ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ചുള്ളതൊന്നല്ല, ഇത് എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റാണ്. സീ ഫുഡുണ്ട്, പാസ്ത. ഒരുപാട് സ്റ്റോൾസൊക്കെ ക്ലോസ്ഡ് ആണ്. Nutella bitte. Entschuldigung, ohne Nutella. Ist okay. Ja, ist kein Problem. Dankeschön. Nutella ഒരുപാട് വെച്ചില്ല, കുറച്ച്. ഫസ്റ്റ് അതാണ് സാധനം. മാർഷ്മെല്ലോ ഇട്ടിട്ട് അതിൽ ന്യൂട്ടെല്ല വെച്ചില്ല, കുറച്ച് ന്യൂട്ടല്ലേ വെച്ചുള്ളൂ. ആരെ പിടിച്ചിരിക്കാ? நல்லா இருக்கா? വാഫൽ കഴിക്കുന്ന ഫ്രഷ് വാഫിളാണ്. നമ്മളിവിടെ ഉള്ളൊരു ബിയർ ഗാർഡനിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ആൾട്ട് ബിയർ എന്ന് പറഞ്ഞൊരു ബിയർ, ഇവിടുത്തെ പോപ്പുലർ ബിയറാണ്. അതൊരെണ്ണം ട്രൈ ചെയ്യാനായിട്ട് അത് നമ്മളിവിടെ നിന്ന് മേടിച്ചു. അപ്പം ചെറിയ കയ്പുണ്ട്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? യു ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്? I love Munich beer. ഞാനിപ്പോൾ ഓൾട്ട് ബിയറെ കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഡിസൽഡോർഫ് റൈൻ നദിയുടെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നടക്കാനൊക്കെ സ്ഥലമുണ്ട്, പക്ഷെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റി കാണില്ല. ആ കാണുന്ന ടവറാണ് ഇവിടുത്തെ ഡിസൽഡോർഫിലുള്ള റൈൻ ടവർ. അതിൻ്റെ മുകളിലും കയറാം. അതിൻ്റെ മുകളിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്കിൽ നമുക്ക് കയറാൻ പറ്റും. നമ്മൾ യുവാൻ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ കറക്കമൊക്കെ ഏകദേശം കഴിഞ്ഞു. ക്രിസ്മസ് മാർക്കറ്റിൽ 2 ചെറിയ മാർക്കറ്റിൽ കയറി, വലിയ കയറിയില്ല. കാരണം പിള്ളേരെ കുറച്ച് ക്രാക്കി ആയതുകൊണ്ട് കയറിയില്ല. അന്ന് കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. How was it, darling? Nice? நல்லா இருக்கு. நல்லா இருக்கு. Thumbs up. സോ ഇതൊക്കെയാണ്
അപ്പം നാളെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കൊളോണിലേക്ക് പോകും. അവിടെ കൊളോൺ കാത്തഡ്രലുണ്ട്. പിന്നെ സമയം അനുസരിച്ച് അവിടുത്തെ ലിൻഡൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകാനുള്ള പ്ലാനുണ്ട്. അത് നാളെ തീരുമാനിക്കും. ഇന്ന് ഇതൊക്കെയാണ് ഡിസൽഡോർഫ് കാഴ്ചകൾ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്. സോ സ്റ്റേ ട്യൂൺഡ്.